വെൽക്കം ടു അവർ ചാനൽ. ഞാൻ ഇന്നലെ ഒരു മൂവി കണ്ടു, ഹോം ബൗണ്ട്. ഒരു നല്ലൊരു മൂവി. ഇതിന്റെ ഡയറക്ടർ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീരജ് ഗവാൻ എന്ന് പറയുന്ന ഒരു ഡയറക്ടറാണ്. ഞാൻ പുള്ളിക്കാരന്റെ പ്രീവിയസ് വർക്ക് നോക്കിയപ്പം മാസാൻ എന്ന് പറയുന്ന ഒരു മൂവി ഡയറക്ട് ചെയ്ത്. ആ മൂവി ഞാൻ എക്സ്പെഷ്യലി കണ്ടിട്ടില്ല, പക്ഷെ ഇനി വരുമ്പം കണ്ടു നോക്കാം. ഈ മൂവി ഹോം ബൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 2026 ഇന്ത്യ എന്നുകൊണ്ട് ഓസ്കാർ എൻട്രി കിട്ടിയേക്കുന്ന ഒരു മൂവിയാണ്. ഇതിൻ്റെ അകത്ത് അഭിനയിച്ചേക്കുന്ന ആൾക്കാർ ആരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാല് ഇഷാൻ ഖത്തർ എന്ന് പറയുന്ന ഒരു ആക്ടർ ഉണ്ട്, പിന്നെ വിശാൽ ജത്വ, ജാൻവി കപൂർ. ഇഷാൻ ഖത്തർ അഭിനയിച്ച കഥാപാത്രത്തിന്റെ പേര് ഷോയിബ് എന്നാണ്. പിന്നെ വിശാൽ ജത്വ ചന്ദൻ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരന്റെ കഥാപാത്രത്തിന്റെ പേര് ചന്ദൻ എന്നുമാണ്. പിന്നെ ജാൻവി കപൂർ വരുന്നുണ്ട്. ജാൻവി കപൂറിന്റെ പേര് സുധാ ഭാരതി എന്നും. പിന്നെ അതല്ലാതെ ഈ ചന്ദന്റെ അമ്മയായിട്ട് അഭിനയിക്കുന്ന ഒരു പുള്ളിക്കാരത്തിയുണ്ട്, ഫൂൽ എന്ന് പറഞ്ഞു. പുള്ളിക്കാരത്തിന്റെ പേര് ശാലിനി വസ്ത. പുള്ളിക്കാരത്തി നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. പിന്നെ ഈ ഷോയിബും ചന്ദനും ദേ ആർ ഓൾസോ ബോത്ത് ഗുഡ്. നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് അവർ രണ്ടുപേരും. പിന്നെ നമ്മൾ പറയുവാണെങ്കിൽ മേക്കിംഗ് വൈസ് ഓക്കെ ആയിരുന്നു. ഒരു ഡ്രാമ മൂടി പോകുന്ന ഒരു സിനിമയാണ്. അതിന് പറ്റിയ മേക്കിംഗ്, സിനിമാറ്റോഗ്രഫിയും ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് കുറച്ച് സെലക്ടഡ് തിയേറ്റേഴ്സ് മാത്രമേ ഉള്ളായിരുന്നു ഈ സിനിമയുടെ റിലീസ്. അതുകൊണ്ട് ഇപ്പം നെറ്റ്ഫ്ലിക്സ് സ്ട്രീമിംഗ് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ നെറ്റ്ഫ്ലിക്സിലാണ് കണ്ടത്. പിന്നെ നെറ്റ്ഫ്ലിക്സ് വന്ന പ്രിന്റ് എന്തോ സെൻസർ ചെയ്ത് കുറെ മാറ്റിയെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എവിടെയോ ആർട്ടിക്കിളിൽ വായിച്ചതാണ്. അപ്പം ഇപ്പം വിദേശത്ത് ഇവര് പ്രീമിയർ ചെയ്തതും നമ്മുടെ ഇന്ത്യ വന്നപ്പം പല പല വ്യത്യാസം ഉണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ നെറ്റ്ഫ്ലിക്സ് ഇറങ്ങുന്ന പ്രിന്റ് ആക്ച്വലി ഈസ് ഗുഡ്. നമുക്കൊന്നും തോന്നുന്നില്ല അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞായിട്ടൊന്നും തോന്നുന്നില്ല. പക്ഷെ വേറെ വല്ല സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം കട്ട് ചെയ്ത് കളഞ്ഞേക്കുന്നത്, അത് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ നല്ലൊരു സിനിമയാണ്. പിന്നെ ഇനിയിപ്പോ സിനിമയുടെ നമ്മൾ കാര്യം പറയാൻ, സ്റ്റോറി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോവർ ക്ലാസ്സിൽ ജീവിക്കുന്ന ആൾക്കാർ ഒരു അപ്ലിഫ്റ്റ്, അവരനുഭവിക്കുന്ന അവരുടെ കുറെ പ്രോബ്ലംസ് ആണ് ഈ സിനിമ കാണിക്കുന്നത്. അതേപോലെ തന്നെ അവർക്ക് ഒരു ഗവൺമെന്റ് ജോബ് കിട്ടാനുള്ള ഒരു സ്ട്രഗിളും, അവരെ എങ്ങനെ അവർക്ക് അപ്ലിഫ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലങ്ങളൊക്കെ എങ്ങനെ അവർ സ്വയം മാറ്റാൻ ശ്രമിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. അതേപോലെ തന്നെ അത് ഫസ്റ്റ് ഹാഫിൽ നടക്കുന്നത്. സെക്കൻഡ് ഹാഫിലോട്ട് വരുന്നത് നമ്മുടെ പാൻഡാമിക്കും കൊറോണ ടൈമിലെ ഒരു സെറ്റിംഗ് ആണ്. അതിൽ ഈ ഇതുപോലത്തെ ആൾക്കാരുടെ ഒക്കെ ഒരു സഫറിങ്ങും ഒക്കെയാണ് കാണിച്ചു വരുന്നത്. നമ്മൾ കണ്ടു കഴിയാൻ നേരത്ത് നമുക്കൊരു മനസ്സിന് ഒരു എന്തോ സംതിങ് നമ്മളെ ഒന്ന് ഷെയ്ക്ക് ചെയ്യുന്ന ടൈപ്പ് ഒരു സിനിമയാണ്. എസ്പെഷ്യലി എനിക്കങ്ങനെ തോന്നി. കാരണം കൊറോണ ഇവിടെയൊക്കെ ബാധിച്ചെങ്കിലും ഞാൻ ഒട്ടും കരുതിയില്ല ഇങ്ങനെ കുറച്ച് ആൾക്കാർ ഇന്ത്യയിൽ കാണുമെന്ന്. ഇന്ത്യയുടെ ഒരു വേറെ സൈഡ് എന്ന് വേണമെങ്കിൽ പറയാം, അതർ സൈഡ് ഓഫ് ഇന്ത്യ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് കണ്ടപ്പോൾ അങ്ങനെ കുറെ റിയലൈസ് ചെയ്തു ഞാൻ, ആൾക്കാരുടെ സ്ട്രഗിളും ഇതും ഒക്കെ. ഇപ്പം നമ്മൾ അൺടച്ചബിലിറ്റി, കാസ്റ്റിസം, എന്താ പറയാ, ഇസ്ലാമോഫോബിയ, ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഈ സിനിമയ്ക്കകത്ത് അവര് കാണിച്ചു പോകുന്നുണ്ട്. അത് അങ്ങനെ വെച്ചാൽ ഒരു ഡ്രാമ മൂവി, ഒരു 2 hours ഉണ്ട് ഒരു സിനിമയാണ്. ഡ്രാമ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരു മസ്റ്റ് വാച്ച് ആയിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു മൂവിയാണ് ഹോം ബൗണ്ട്. താങ്ക് യു.